വാനിലും ഭൂമിയിലും മേലാന നാമം വന്നിതാ നാമമതേ വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിതാ വല്ലഭ നാമമതേ ഉയർത്തി പുകഴ്ത്തിയിടും നാമമതേ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമതേ യേശു എന്നും തിരുനാമത്തെ എപ്പോഴും യേശുവിന്റെ തിരുനാമത്തെ ഇന്നുമെന്നും സ്തുതി സ്തോത്രം. എന്റെ ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആ പാട്ടിൽ തന്നെ വാനിലും ഭൂമിയിലും എങ്ങും ഒതുങ്ങാത്ത അത്ര വലിയവനായ ദൈവത്തിൻ്റെ നാമമാണ് എന്നെ വിളിച്ചിരിക്കുന്നുള്ള ഏറിയ ഉറപ്പും ധൈര്യത്തോടെ പാൽക്കാലം ദൈവസ്ഥലായിരിക്കാനും കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് സാധിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതെ, ഞാനിവിടെ ഇവിടെ സ്റ്റേജിൽ വരേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നെ ഞങ്ങളെല്ലാവരും കണ്ടതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല. എന്നാലും പാസ്റ്റർ പറഞ്ഞ അനുസരിച്ച് മാത്രമാണ് ഞാൻ ഈ സ്റ്റേജിൽ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 1.5 വർഷം ഞങ്ങൾ അതിൻ്റെ മുന്നേ വന്നിട്ട് പോയതിന് ശേഷം പാസ്റ്റർ വളരെ ശാരീരികമായിട്ട് വളരെ പ്രയാസത്തിൽ കൂടാണ് പോയിരുന്നത്. അത് ഇപ്പോൾ വളരെ സൗഖ്യമുള്ളവനാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അത് പെട്ടെന്നുള്ള ഇങ്ങനെ വീഴുന്ന പോലൊക്കെ ആകുന്നതുകൊണ്ടാണ് ഒരാളെപ്പോഴും ഇങ്ങനെ കൂടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ ആ സ്ഥലം പുള്ളിക്കാരനെ കുറച്ചും കൂടെ ഈസിയാണ്. ആകയാൽ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ചിലപ്പോഴൊക്കെ അതിൻ്റെ ചില സിംറ്റംസ് ഇങ്ങനെ വരാറുണ്ട്. എങ്കിലും കർത്താവിൻ്റെ കരമാണ് ഇതിനേക്കാളെല്ലാം വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വലിയ പ്രോബ്ലത്തിനെക്കാട്ടും നമ്മുടെ വലിയ വലിയ പ്രശ്നത്തെക്കാട്ടിലും വലിയവനാണ് എന്നെ വീണ്ടെടുത്ത കർത്താവ് എന്നുള്ള ഏറിയ ധൈര്യം എന്നെ ഈ നാളുകൾ വഴി നടത്തുന്നു. അതെ, ഹീസ് ഗ്രേറ്റർ ദാൻ ഓൾ മൈ പ്രോബ്ലംസ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളെക്കാട്ടിലും വലിയവനാണ് എൻ്റെ ജീവിക്കുന്ന കർത്താവ് എന്നുള്ള വളരെ ബോധത്തോടാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, പാസ്റ്റർ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞു, എൻ്റെ മക്കളെക്കാട്ടിലും എൻ്റെ ഭാര്യയെക്കാട്ടിലും ഞാൻ മലബാറിനെ സ്നേഹിക്കുന്നെന്ന്. അതെ, വാസ്തവം തന്നെ. ഞങ്ങളുടെ കാര്യം പോലും ചിലപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ അത്ര റിപ്പീറ്റായിട്ട് പറയാറില്ല. പക്ഷേ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഡാഡിയോട് ആരെങ്കിലും ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തവച്ചാനത് ചിലരോട് പിന്നെ ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ പ്രാർത്ഥനയിലും അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ പോയി ചോദിക്കും, എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ എത്ര നാളും നടന്നത്? ഓക്കെ, എന്നാലും നമ്മുടെ സകല ഭാരങ്ങളെയും ചുമക്കുന്ന കർത്താവാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. നാം കർത്താവിൻ്റെ അതേ സോൾജേഴ്സ്, നമ്മൾ അവൻ്റെ ഭടൻവീരാണെന്ന് അറിഞ്ഞുകൊണ്ട് നാം ധൈര്യമായിട്ട് വിശ്വസ്തരായിട്ട് നമുക്കുള്ള അല്പനാളുകൾ അതെ നമ്മൾ ദൈവത്തോട് പാടാം, വിശ്വസ്തനാക്കെന്നെ കർത്താവേ. ഓട്ടം വളരെ ഓടേണ്ടതുണ്ട്, വളരെ ദൂരം പോകേണ്ടത്. എങ്കിൽ ഒരു കാര്യം മതി, കർത്താവേ എന്നെ വിശ്വസ്തനാക്കണമേ, നിന്റെ വിശ്വസ്തയായി നിൽപ്പാൻ എനിക്ക് കൃപ തരണമേ എന്നുള്ള ആ പ്രാർത്ഥനയാണ് അടിയങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തുന്നത്. ആകയാൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണം എല്ലാം ഞങ്ങൾക്ക് തുണയായിരുന്നു, അത് ഞങ്ങൾക്ക് ബലമായിരുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ഇവിടെയുള്ള വിവിധ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, സൺഡേ സ്കൂളിലെ CM, പാസ്റ്റേഴ്സ് മീറ്റിംഗ്, അവരുടെ ഔട്ട്റീച്ച് മിനിസ്ട്രി, ഇവാഞ്ചലിസം എല്ലാം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞേനെ. പക്ഷേ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗുണമുള്ളത്, അവിടെ ഇരിക്കാമെന്നല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മൾക്കോ ഇതൊന്നും ചെയ്യുവാനുള്ള സാഹചര്യം അവിടെ ഇല്ല. നമ്മുടെ ഒരു കൂട്ടു സഹോദരൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ പോലും നമ്മൾക്ക് ഫോൺ ചെയ്തിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വളരെ
സ്ട്രിക്റ്റാണ്. നമുക്ക് എല്ലാ വീടുകളും പോയി ബൈബിൾ കൊടുക്കാനോ സുവിശേഷപ്രതി കൊടുക്കാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ അവർ പറയും റിലീജിയസ് ആണെന്ന്. അതിൻ്റെയൊക്കെ മധ്യയിലും അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല 2 സഭകളിലെ മക്കളുടെ കൂടെ പോകുന്നു. അവർ ഇംഗ്ലീഷുകാരാണെങ്കിലും വളരെ കൃത്യമായിട്ട് നമ്മുടെ വേദോസ്തം പാലിച്ച് അത് പ്രസംഗിക്കുന്ന ഫോളോ ചെയ്യുന്ന ചർച്ചസാണ്. അതുകൊണ്ട് ഞങ്ങൾ ആത്മീയ സന്തോഷത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ അവിടെ പോയി സ്നാനപ്പെടുവാനൊക്കെ ഇടയായി. ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ടെങ്കിലും ദൈവവചനത്തിൽ നിന്ന് അവർ വേർപെട്ട് പോകാതെ കുടുംബമായി ഞങ്ങളെല്ലാം അവിടുന്ന് കർത്താവ് നിലനിർത്തിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ചില നാളുകൾക്ക് ശേഷം പ്രിയ പാസ്റ്ററേയും കാണുവാൻ ഇടയാക്കിയല്ലോ. താനും വളരെ ശരീരത്തിൽ ക്ലേശമുള്ള ഇരിക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നു. കർത്താവ് തൻ്റെ ബലം തന്ന് നമ്മളെ എല്ലാവരെയും നടത്തട്ടെ. അത് പറയുവാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉയർന്നു വരികയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. അതെ, ഒന്നുമില്ലാതിരുന്നപ്പോഴാണ് നമ്മളെ കർത്താവ് വീണ്ടെടുത്തത്. ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ അക്ഷരികമായി നോക്കുമ്പോഴും നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലാതെ നമ്മളെ മറ്റുള്ള സഭക്കാരെ മറ്റുള്ള വിശ്വാസികളൊക്കെ നമ്മളെ വെറും പുച്ഛമായിട്ട് അവര് ഒരു പാസ്റ്റർന്ന് പോലും വിളിക്കുവാൻ നമ്മളെ അവർക്ക് അതിന് ഇഷ്ടമില്ലായിരുന്നു. അപ്പം സർട്ടൻ ചർച്ചസ് മാത്രമേ ഉള്ളൂ. ചർച്ചസ് നമ്മളൊന്നും ദൈവമക്കൾ അല്ല എന്നുള്ള രീതിയിൽ പോലും പോയിക്കൊണ്ടിരുന്ന ആ കാലങ്ങളിലാണ് നമ്മളെയും കർത്താവ് അവിടെ എവിടെയായിട്ട് പല ഉൾഭാഗങ്ങളിൽ പോയി അനേകരോട് സുവിശേഷം അറിയിച്ച് കർത്താവ് അവരെ രക്ഷിച്ചു, തൻ്റെ സഭയിലാക്കി. ഇന്ന് അവരുമായി ചേർന്ന് നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യം. ഇതിനൊക്കെ കാരണം കർത്താവ് നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ മോചിച്ച് തന്നതിനാൽ മാത്രമാണ്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വീണ്ടെടുത്തു എന്നുള്ള ബോധം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുമില്ലാന്ന് ഞാനെപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ നത്തിങ്, ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ സീറോ ആണെന്ന് എപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തിൽ സമ്മതിക്കുന്നു, അപ്പോഴാണ് കർത്താവ് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പ്രാവശ്യം റിട്ടേൺ ടിക്കറ്റ് എടുക്കാതാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹം കുറേ നാൾ നിൽക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങളോട് അവിടെ വരുന്ന ഹൗ ലോങ് യു ആർ ഗോയിങ് ടു സ്റ്റേ ദെയർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മേ ബി അവരോട് മറുപടി പറയണം, മേ ബി 1 or 2 months എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ചില നാളുകൾ ഇവിടെ ആയിരുന്ന് നിങ്ങളോടൊക്കെ സഹകരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർക്ക് അല്പമെങ്കിലും ട്രാവൽ ചെയ്യാൻ സുഖം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തന സ്ഥലങ്ങളിലൊക്കെ വരാനും കാണാനും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഒരിടത്ത് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ തൽക്കാല സിറ്റുവേഷനിൽ പോയി ആരെയും കാണാനുള്ള സാധ്യതയില്ല. കൂടെ പാസ്റ്റർ ഇങ്ങനെ ഒത്തിരി നേരം ഇരിക്കുമ്പോഴാണ് സ്പൈൻ്റെ വേദന ഇളകും. അതുകൊണ്ടാണ് പെട്ടെന്ന് മീറ്റിങ്ങിൻ്റെ അവസാനിക്കുന്നതിന് മുന്നേ എണ്ണിച്ച് പോകേണ്ടിയൊക്കെ വരുന്നത്. നിങ്ങൾ ദൈവനാമത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും കർത്താവിൻ്റെ ഞങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അവിടെയുള്ള കൂട്ടായ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഇതുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യം തീർന്നു.